ഇതുണ്ടായ സമയത്ത് കുട്ടികൾ ആരും ഈ ഭാഗത്തുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ക്ലാസ് റൂമിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, എല്ലാ കുട്ടികളും. അത് കാരണം കുട്ടികൾക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. കുറച്ച് കുട്ടികൾ ആ ഭാഗത്തുണ്ടായിരുന്നു, അവരെയൊക്കെ അങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് മാറ്റി. അവിടുത്തെ ഗേൾസ് ഹോസ്റ്റലിലേക്കും ബോയ്സ് ഹോസ്റ്റലിലേക്കും ആക്കിയിട്ട് കുട്ടികളെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. അതിന് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ആദ്യം വരുന്ന വണ്ടിക്കാർ ഒരു മാക്സിമം ഒരു 5-6 വണ്ടിക്കാരെ എത്തിയിട്ടുള്ളൂ. അവിടെ ആ എത്തിയ സമയത്ത് ഇവിടെ കുട്ടികളൊക്കെ ഇറക്കണ്, ഞാൻ അങ്ങോട്ട് വണ്ടിയിട്ട് അവിടെ ഇറക്കണം. ഞാൻ ഇറക്കണ സമയത്ത് അവിടെ നിന്ന് കാറ്റ് വരുന്നുണ്ട്. മഴ കാര്യമായിട്ട് പെയ്ത് തുടങ്ങിയില്ലേ, കാറ്റ് വന്നു. ഞങ്ങൾ വിചാരിക്കണം നിൽക്കുന്ന കാറ്റ് നിൽക്കുന്നില്ല, തിരിഞ്ഞു വന്ന് അങ്ങനെ തന്നെ നോക്കിയപ്പോൾ കുട്ടികളെ 4-5 ഞങ്ങളുണ്ടല്ലോ ഇറക്കി കുട്ടികളെ ഞങ്ങൾ കൊണ്ട് അങ്ങോട്ട് ഓടി. ഇവിടെ ഒരു വണ്ടിക്കാരെ ഇറക്കുന്ന കുട്ടി ഇവിടെ ഇറക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ ടീച്ചറെ കാറ് കിടക്കണം. ടീച്ചറെ കാർമിക്ക് മരം വീണ കാരണം ഇപ്പുറത്തെ വണ്ടിമിൽ ഓടായ കാരണം കുട്ടികളെ മേത്തി വീണില്ല. ഈ മരങ്ങൾ മുഴുക്കാൻ വണ്ടിമിൽ ഓടായല്ലോ. അവർ 5-6 കുട്ടികൾ അതിൻ്റെ അടിയിൽ നടന്നു എന്നിട്ട് കൊണ്ടുപോയി ചെയ്തത്. ഞങ്ങളുടെ കുട്ടികളെ നേരെ അങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഹോസ്റ്റലിൽ ഇറക്കിയിട്ട് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് മാഷന്മാരും എല്ലാവരും വന്നിട്ട് ആ വീട് വഴിക്ക് ആ മതിലും കൂടെ കയർത്തി അപ്പുറത്തേക്ക്. കുട്ടികൾക്ക് ഒന്നും പറ്റിയില്ല, ഒരു ഉള്ളിൽ പറ്റില്ല. അതെന്താ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഞങ്ങൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. ഞങ്ങളൊക്കെ 7 കുട്ടികളും ഒരു 10-15 കുട്ടികൾ ഞങ്ങളെല്ലാം മൊത്തം ഞങ്ങൾ ഡ്രൈവർമാരും പേരൻസൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയത്. ഞങ്ങൾ ആളെ കാരണമൊക്കെ നാശമായി പോയി. ഞങ്ങളുടെ കാരണമൊന്നും ഞങ്ങളുടെ വണ്ടിക്കൊന്നും കൂടുതലൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ നിന്നുണ്ട്. അത് ശരിക്കാത്തായി എല്ലാവരും വന്നു. അല്ല ഈ വണ്ടിയൊക്കെ ഓവറാക്കിയിട്ട് നിന്നിട്ടുണ്ട് കടച്ചയായിട്ട്. അപ്പുറം കുട്ടി വന്ന് ഈ മരം വീഴുമ്പോളേ ഇവിടെ ഒരു 5 അണ്ണ ഇങ്ങനെ വന്ന് സല്ലൻ ഇവിടെ വന്ന് നിന്ന്. ഇവിടെ ഒരു വണ്ടിയുണ്ട്, അത് മുകളിൽ വീഴുമ്പോഴേ കുട്ടിയൊക്കെ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബാഗ് കഴിഞ്ഞിട്ട് എല്ലാം ഇപ്പം ഈ വഴി കൂടെ അണിച്ചു വെച്ചിട്ട് അവിടെ കുറച്ച് നേരം നിന്നു. അപ്പോൾ കാത്ത് ഗേറ്റ് വന്ന് നമ്മളെ ഇതാക്കി, ഗേറ്റ് അടിച്ച് താളം വിളുന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് പേടിയായി. വേഗം ഓടി വന്ന് ഇപ്പോൾ ഇതാണ് പറഞ്ഞ് എല്ലാத்தையும் ഈ വഴി കൂടെ അണിച്ചു വെച്ച്. മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കരഞ്ഞിറങ്ങിയോണ്ട് ഞങ്ങൾ കൂടെ പോകുന്നതാ. മോള് വണ്ടിയിൽ ആദ്യം വന്ന് പിന്നാലെ ഞങ്ങളും പോന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റും മഴയും. അപ്പോൾ വണ്ടിച്ചേട്ടൻ കുട്ടികളെ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടപ്പോൾ ഞാനും വൈഫും കൂടെ ഉണ്ടായിരുന്നു. വേഗം കാറ്റ് കൂടിയപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ബാക്കിലോട്ട് വലിച്ച് നീക്കി. ആളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു, ഞങ്ങളും കൂടി ഉള്ളതുകൊണ്ട് എല്ലാ കുട്ടികളെ ഒരുമിച്ച് ബാക്കിലോട്ട് നീക്കാൻ പറ്റി. അതുകൊണ്ട് മരം വീണില്ല. പക്ഷേ ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയ ഡാമേജുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അത്രയും ശക്തിയുള്ളൊരു മഴയായിരുന്നു.